ഹലോ, എല്ലാവർക്കും സിംപ്ലി കളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ഒരു വിപ്പിംഗ് ക്രീമാണ്. അത് മിക്സിയിലാണ്. ബീറ്ററോ വിസ്കോ ഒന്നും തന്നെ വേണ്ട, നമുക്ക് മിക്സിയിൽ തന്നെ ചെയ്തെടുക്കാം. അതും വീട്ടിലുള്ള 2 ചേരുവകൾ വെച്ചിട്ട്. ഈ വീഡിയോ ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ഈ വിപ്പിംഗ് ക്രീം ചെയ്യുന്ന നെയ്യ് വെച്ചിട്ടാണ്. നെയ്യ് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതിന് മുന്നേ ഈ ചാനലിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് മിക്സിയിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് ചെയ്ത് കാണിക്കുമോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അമൂലിൻ്റെ നെയ്യാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡിൻ്റെ നെയ്യാണോ ഉള്ളത് അത് ഉപയോഗിക്കുക, അതിലൊന്നും പ്രശ്നമില്ല. ഒരുപാട് പേര് ബ്രാൻഡ് മാറുമ്പോഴത്തേക്ക് ഈ ഒരു കറക്റ്റ് ടേസ്റ്റിന് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് നെയ്യാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഐസിങ് ഷുഗറാണ്. ഐസിങ് ഷുഗറും നെയ്യും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ മിക്സിയുടെ ജാറിലാണ് ഇന്ന് വിപ്പിംഗ് ക്രീം ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ വിപ്പിംഗ് ക്രീം ചെയ്യുന്നതിന് മുന്നേ ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഫ്രീസറിൽ ഈ ജാറ് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം കിട്ടും. ഇപ്പം ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്ന 1/4 കപ്പ് നെയ്യ് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലോട്ട് മാറ്റിയതിന് ശേഷം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അതിനാദ്യം ചെയ്യേണ്ടത് നമുക്ക് ബാക്കിലോട്ട് അടിക്കുക, ഇടതുവശത്തോട്ട് ആ ഒരു പൾസ് മോഡിലോട്ട് മാറ്റിയിട്ട് വേണം ഒന്ന് കറക്കിയെടുക്കാൻ. എന്നിട്ട് മാത്രമേ നമ്മൾ ആ ഒരു സ്പീഡ് കൂട്ടാൻ പാടുള്ളൂ. ആദ്യം ഇതുപോലെ ഒന്ന്, നമ്മളിപ്പോൾ കട്ടയായിട്ടല്ലേ ഇട്ട, അത് ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് മിക്സായിട്ട് വരണം. അതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ചേർത്തത് ഐസിങ് ഷുഗറാണ്. ഐസിങ് ഷുഗറും നമ്മളിപ്പോൾ എടുത്തു വെച്ച എല്ലാ അളവും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. അല്പമായിട്ട് ഇതുപോലെ ഓരോ സ്റ്റെപ്പായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടി ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഐസിങ് ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ അല്പമായിട്ട് ചേർത്ത് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ മാത്രമേ കറക്റ്റായിട്ടുള്ളൊരു വിപ്പിംഗ് ക്രീം, ഒരു ക്രീം ടെക്സ്ചറിൽ നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം കിട്ടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് കട്ടയായിട്ട് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് ചേർക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണം എന്നൊരു നിർബന്ധവും ഇല്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി എസൻസ് ഒന്ന് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലൊന്നും നമ്മൾ ഒരുപാടിട്ട് കറക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ, നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ തന്നെ നമ്മുടെ ഇവിടെ വിപ്പിംഗ് ക്രീം റെഡി ആയി കഴിഞ്ഞു. അതും മിക്സിയിൽ. എല്ലാവരുടെ വീട്ടിലും മിക്സി ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് വളരെ പെട്ടെന്ന്, അതുമാത്രമല്ല നെയ്യും പഞ്ചസാരയൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഈ ഐസിങ് ഷുഗർ എന്തിനാണ് ചേർത്തതെന്നല്ലേ, ഐസിങ് ഷുഗർ ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പായി കിട്ടും. ഈ ഐസിങ് ഷുഗറും നമ്മുടെ പഞ്ചസാരയും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഐസിങ് ഷുഗറിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഐസിങ് ഷുഗറിൻ്റെ വീഡിയോയും ഞാൻ പോസ്റ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് നെയ്യ് വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾക്കിപ്പോൾ 1/2 കപ്പ് നെയ്യോ 1 കപ്പ് നെയ്യോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ കേക്കൊക്കെ ഫ്രോസ്റ്റ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അളവിന് ഇച്ചിരി കൂട്ടി നെയ്യ് എടുത്താൽ മതി. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലുള്ള പുഡിങ്ങിനായാലും കേക്ക് ഡെക്കറേറ്റിങ്ങിനായാലും ഒക്കെ ഇത് ഉപയോഗിക്കാം. പിന്നെ ഒരുപാട് പേര് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് വെച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്യാൻ പറ്റുമോ കേക്കിന്. എല്ലാം ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം എന്തിനൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അതിനെല്ലാത്തിനും ഇതും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐസിങ് ഷുഗറിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ. തീർച്ചയായിട്ടും ഐസിങ് ഷുഗറിൻ്റെ വീഡിയോ എന്തായാലും ഇടാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.